ചീത്തയായ കൂട്ടുകെട്ടുകാരനാണെങ്കിലോ, ഒരു ലിബറൽ ചങ്ങാതിയാണ് നമുക്കുള്ളതെങ്കിലോ, റബ്ബിനെ വിമർശിക്കുന്ന, റബ്ബിന്റെ നിയമങ്ങളോട് ഒരു വിലയും കൽപ്പിക്കാത്ത, ഉച്ചസ്വരത്തിൽ ദീനിന്റേതായ കൽപ്പനകളോട് ഇടപെടുന്ന, ആ നിലക്ക് ഇടപാടുകൾ നടത്തുന്ന വൃത്തികെട്ട ഒരു കൂട്ടുകാരനാണെങ്കിലോ അവൻ നാഫിഖുൽ കീർ, അഥവാ ഇരുമ്പിൽ നിന്ന്, ലോഹങ്ങളിൽ നിന്ന് അഴുക്കുകൾ നീക്കുവാൻ വേണ്ടി തീയിലിട്ട് പഴിപ്പിക്കുന്ന ഉലയിലെ ഒരു കൊല്ലൻ, ഒരു ഇരുമ്പ് പണിക്കാരൻ. ആ ഇരുമ്പ് പണിക്കാരന്റെ അടുത്തു നീ പോയി ഇരുന്നാൽ നിനക്ക് സംഭവിക്കുന്നത് എന്താണ്? അവൻ ആ ഇരുമ്പിലെ അഴുക്ക് നീക്കുന്നതിന്റെ ഇടക്ക് അവിടെ നിന്ന് പാറുന്ന തീപ്പരികൾ നിന്റെ ശരീരത്തിലേക്ക് വരാം, നിന്റെ വസ്ത്രം കത്തിപ്പിടിക്കാം, മുഴുവൻ കത്തിയില്ലെങ്കിൽ തുളകളെങ്കിലും വീഴ്ത്താം നിന്റേതായ വസ്ത്രത്തിലും ശരീരത്തിലുമൊക്കെ. ഇനി അതൊന്നുമില്ലെങ്കിലോ നീ അവിടെ ഇരിക്കുന്നിടത്തോളം ദുർഗന്ധമേ നിനക്കവിടെ നിന്ന് കിട്ടുകയുള്ളൂ, ഒരു നല്ല മണം നിനക്ക് അനുഭവിക്കാനാവില്ല. ഇതുപോലെയാണ് വൃത്തികെട്ട ലിബറൽ ചങ്ങാതി. അവന്റെ അടുക്കൽ അവൻ നിന്റെ ദീനിനെ നശിപ്പിക്കും. പെട്ടെന്നൊന്നുമല്ല നശിപ്പിക്കുക, പതുക്കെ പതുക്കെ പതുക്കെയാണ്. നമ്മൾ അറിയാതെയാണ് ലിബറൽ ചങ്ങാതിമാരുടെ വിഷം. അത് നിരീശ്വരവാദമാകാം, നിർമ്മതവാദമാകാം, പ്രവാചകനോടുള്ള പുച്ഛമാകാം, പ്രവാചക പത്നിമാരോടുള്ള ട്രോളുന്ന പരിഹാസത്തിന്റെ മനസ്ഥിതിക്കാരനാവാം, ദീനീ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ശുദ്ധ തെമ്മാടിയാവാം. ആരാവട്ടെ, അവൻ നമ്മെ പതുക്കെ 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 അവന്റെ ലൈനിലേക്ക് ഒറ്റയടിക്ക് റബ്ബില്ലടാ, റസൂലില്ലടാ, അതൊക്കെ വെറുതെയാണടാ എന്ന് പറയാതെ, അവനറിയാം അത് പറഞ്ഞാൽ നീ പെട്ടെന്ന് പിന്മാറുമെന്ന്, അതൊന്നും ചെയ്യാതെ പതുക്കെ 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 നിന്റെ താളവും തരവും നോക്കിയിട്ട് അവനിങ്ങനെ വിഷം കുത്തിവെച്ച് നിന്റെ ഏറ്റവും വലിയ തെമ്മാടിയാക്കി മാറ്റും. അതാണ് നാഫിഖുൽ കീർ എന്ന് പറഞ്ഞ ഉപമയിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്.